എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 16 പാനൽ അനാർക്കലി എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല ഫ്ലെയറാണ്, ഇത് അത്യാവശ്യം നല്ല ഫ്ലെയറാണ്. ഇത് രണ്ട് മെത്തേഡിൽ ചെയ്യാം. നമുക്ക് അംബ്രല ആയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പ് പോർഷനും സ്കേർട്ട് പോർഷനായിട്ട് നമ്മൾ ഗൗണൊക്കെ ചെയ്യുന്നത് പോലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഗൗൺ ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ബിഗിനേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡിലാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ക്ലോത്ത് പരിചയപ്പെടാം. ഞാനിവിടെ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത്. ആ സാരീൻ്റെ മുന്താണിയും പിന്നെ അതായത് താഴത്തുള്ള ബോർഡറും മുകളിലുള്ള ബോർഡറും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി എത്രയാണോ തുണി വെച്ചാൽ ആ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അതായത് ഒരു സ്മോൾ സൈസ് വരെയാണ് നിങ്ങളുടെ സാധാരണ നിങ്ങൾ റെഡിമെയ്ഡ് ചുരിദാർ മേടിക്കുമ്പോൾ നിങ്ങളുടെ അളവ് ഒരു സ്മോൾ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മീറ്റർ തുണി മതിയാവും. പക്ഷേ 46 ഇഞ്ച് വെടുത്തുള്ള തുണി തന്നെ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി XL ഡബിൾ XL ഒക്കെ ആണ് നിങ്ങളുടെ സൈസെങ്കിൽ നിങ്ങൾക്ക് 3 മീറ്റർ മതിയാവില്ല. ഒരു 3.5 to 4 മീറ്ററൊക്കെ നിങ്ങൾ തുണി എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് തുണിയിൽ നിന്ന് യോക്ക് പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്യാം. യോക്ക് പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് അളവ് നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡ്രസ്സിൽ നിന്ന് മെഷർ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് മൊത്തത്തിലുള്ള, അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടി ഉള്ള അളവാണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേറെ വേറെ തുണി പീസാക്കി കട്ട് ചെയ്യേണ്ട, കാരണം നീളത്തിൽ തുണി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിന് തന്നെ ഫ്രണ്ടും ബാക്കും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഭാഗത്തേക്കുള്ള അളവെടുക്കുക, അതിൻ്റെ കൂടെ 4 ഇഞ്ച് എക്സ്ട്രാ കൂടി മെഷർ ചെയ്യുക. കാരണം സീം അലവൻസിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഇഞ്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് ആദ്യം മെഷർ ചെയ്യുക, അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, അതിൻ്റെ കൂടെ 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ആ 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ അളവ് തന്നെ നമ്മൾ ലൈനിങ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് ഇപ്പോൾ ഇത് 4 ആക്കിയിട്ടാണ് മടക്കിയിട്ടുള്ളത് കേട്ടോ. 4 ഫോൾഡാണ്. അപ്പോൾ നമ്മൾ അതിൽ മുകൾ വശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യോക്ക് എപ്പോഴും നമ്മൾ ഒരു 13 അല്ലെങ്കിൽ 13 ഇഞ്ച് എടുക്കുക. എൻ്റെ ഹൈറ്റ് 5.3 ആണ്, അതുകൊണ്ട് ഞാൻ 13 ഇഞ്ചാണ് എടുത്തത്. നിങ്ങൾ എന്നേക്കാൾ ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ മാത്രം 14 ഇഞ്ച് എടുക്കുക, അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 13 ഇഞ്ച് എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. 6.5 ഇഞ്ചാണ് ഷോൾഡർ, അത് മാർക്ക് ചെയ്തു. 7 ഇഞ്ചാണ് ആം ഹോൾ, അത് മാർക്ക് ചെയ്തു. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ ആദ്യം ബാക്കിൽ ആം ഹോൾ വരച്ചു. അതിനുശേഷം ഉള്ളോട്ടേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിൽ ആം ഹോൾ വരച്ചു. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് നിങ്ങൾക്ക് 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് വേണ്ടതെങ്കിൽ 2.25 മാർക്ക് ചെയ്യുക. ഞാനിവിടെ 3 ആണ് മാർക്ക് ചെയ്തത്. 3 മാർക്ക് ചെയ്യുമ്പോൾ 3.25 കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ 3 ആണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിലെ ഇറക്കം 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, ബാക്കിലെ ഇറക്കം 4.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രണ്ടിലെ ഇറക്കം 6 ഇഞ്ച് കൊടുക്കുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡറിനാണ്, അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ഇറക്കം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് രണ്ടും കൂടി ചേർത്ത് റൗണ്ട് ഷേപ്പാണ് വരയ്ക്കുന്നത്. ഇതിലൊന്നും നമ്മൾ വേറെ വ്യത്യാസമായിട്ടുള്ള ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ല, റൗണ്ട് ഷേപ്പിലാണ് വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 9 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. അതേമാതിരി ഷേപ്പ് 8 ഇഞ്ചാണ്, അതായത് 32 ആണ്. 32 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 8 ഇഞ്ച് കിട്ടും. ആ 8ൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തു. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു. ഷേപ്പ് ചെയ്ത് വരച്ചപ്പോൾ ഈ ഷേപ്പ് വരുന്നത് നമ്മളെ സീം അലവൻസ്, അതായത് നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ സീം അലവൻസ് വരെയേ ഉള്ളൂ നമുക്ക് ഷേപ്പ് വരുന്നത്. അപ്പോൾ സീം അലവൻസിൽ ഷേപ്പ് കിട്ടിയതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഇതെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് മാറ്റിയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ച അളവ് പ്രകാരം കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ബാക്കിലെ നെക്ക് കട്ട് ചെയ്യാം. സോറി, ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മളൊരു 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്ലോപ്പും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബാക്കിലെ നെക്ക് കട്ട് ചെയ്യുക, ഷോൾഡർ സ്ലോപ്പ് ചെയ്ത ഭാഗം കട്ട് ചെയ്യുക, ബാക്കിലെ ആം ഹോൾ കട്ട് ചെയ്യുക, പിന്നെ ഷേപ്പ് കട്ട് ചെയ്യുക. എന്നിട്ട് ഉള്ളിലുള്ള പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യുക, ഫ്രണ്ടിലെ ആം ഹോളും കൂടി കട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ യോക്ക് പാർട്ടിൻ്റെ കട്ടിങ്. ഇനി നമുക്ക് നല്ല തുണി, സാധാരണ നമ്മൾ സാരിയൊക്കെ മടക്കില്ലേ, അതുപോലെ നമ്മൾ 2 അറ്റം പിടിച്ചിട്ട് ഇതേപോലെ മടക്കുക. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ 2 ഭാഗം കിട്ടി, അതായത് 2 ഭാഗം കിട്ടിയില്ലേ. അതിന് ഒന്നുകൂടി മടക്കുമ്പോൾ നമ്മൾ 4 ഭാഗം കിട്ടി. അതിനെ വീണ്ടും നമ്മൾ ഒന്നുകൂടി മടക്കുമ്പോൾ നമുക്ക് 8 എണ്ണം കിട്ടി. പിന്നെ ഒന്നുകൂടി മടക്കുമ്പോൾ നമുക്ക് 16 എണ്ണം കിട്ടി. അപ്പോൾ നമ്മളിവിടെ 16 പാനലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 8 എണ്ണം ചെയ്യാം, 12 എണ്ണം ചെയ്യാം, 16 എണ്ണം ചെയ്യാം, ഒക്കെ ചെയ്യാം. അത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഞാനിവിടെ 16 പാനലാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നമ്മളൊന്ന് എണ്ണി നോക്കുക, 16 പാനലുണ്ടോ എന്നൊന്ന് എണ്ണി നോക്കുക. അതിനുശേഷം പുറത്തേക്ക് നിൽക്കുന്നത് തുണിയൊന്നും ലെവലാവാത്തതുകൊണ്ടാണ്, അറ്റമാണ്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിൽ നിന്ന് നമ്മൾ യോക്ക് പാർട്ട് മൈനസ് ചെയ്തിട്ടുള്ള ലെങ്ത്ത് ഉണ്ടാവും. അതായത് എനിക്ക് ടോട്ടൽ വേണ്ടത് 48 ഇഞ്ചായിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്താൽ എൻ്റെ യോക്ക് പാർട്ട് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ 48 13 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 34.5 കിട്ടും. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ചേർത്ത് 36 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിലൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ മുകളിൽ ഇപ്പോൾ ഞാനൊരു ലൈൻ വരച്ചില്ലേ, അപ്പോൾ നിങ്ങൾ 46 ഇഞ്ച് വിടുത്തുള്ള തുണിയാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് പീസ് കിട്ടും. ആ പീസ് മതിയാവും നിങ്ങൾക്ക് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ അതായത് എനിക്ക് താഴെ നല്ല വലിയ ബോർഡർ ഉണ്ടായിരുന്നു, ആ ബോർഡർ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് എൻ്റെ തുണിക്ക് അത്ര വീതി ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഇപ്പോൾ നമ്മൾ വരച്ച ഈ ലൈൻ്റെ
സെൻറ്റർ ഇതേപോലെ കറക്റ്റ് ടാപ്പ് ഒന്ന് ഇതേപോലെ മടക്കി പിടിച്ചു കൊടുത്താൽ നമുക്ക് സെൻറ്റർ കിട്ടും. ഈ സെൻറ്ററിൽ നിന്ന് ഇനി നമ്മൾ അളവ് മാർക്ക് ചെയ്യണം. അളവ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഷേപ്പ്, അതായത് ഷേപ്പ് 32 ആണ്. എൻ്റെ കേസിൽ ഷേപ്പ് 32 ആണെന്ന് ഞാൻ പറഞ്ഞു. ആ 32ൻ്റെ കൂടെ നമ്മളൊരു 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഷേപ്പ് എന്ന് വെച്ചാൽ ആ ഷേപ്പിൻ്റെ കൂടെ നിങ്ങളൊരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതിയാവും. കാരണം 8 ഇഞ്ചൊക്കെ എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ 16 പാനലിൽ രണ്ട് സൈഡിൽ വരുന്ന പാനൽ, അങ്ങനെ 4 പാനൽ നമുക്ക് വെറുതെ സീം അലവൻസിലേക്ക് മാത്രം പോകും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട. അങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് അടിഭാഗത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, മുകളിൽ 8 പാനൽ ഉണ്ടാവില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യേണ്ട. നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ഷേപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 4 ഇഞ്ച് എടുക്കുക. എനിക്കിവിടെ 32 ആണ്. 32ൻ്റെ കൂടെ ഞാൻ 4 ഇഞ്ച് എടുത്തപ്പോൾ 36 കിട്ടി. ഈ 36 ഡിവൈഡഡ് ബൈ 16 ചെയ്തു. ഈ കേസിൽ 16 പാനൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ 16 ഡിവൈഡ് ചെയ്തത്. നിങ്ങൾക്ക് എത്ര പാനലാണോ ഉള്ളത് എന്ന് വെച്ചാൽ അത് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ 12 എണ്ണമാണ് ചെയ്യണമെങ്കിൽ 36 ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. നിങ്ങൾ 8 എണ്ണമാണ് ചെയ്യണമെങ്കിൽ 36 ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. അപ്പോൾ ഞാൻ 36 ഡിവൈഡഡ് ബൈ 16 ചെയ്തപ്പോൾ എനിക്ക് 2.25 ആണ് കിട്ടിയത്. ഈ 2.25ൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം. ഈ 1 ഇഞ്ച് എന്തിനാണെന്ന് അറിയാം, നമുക്ക് രണ്ട് സൈഡിലും നമ്മൾ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2.25 പ്ലസ് 1 ഇഞ്ച് ചെയ്യുമ്പോൾ 3.25 കിട്ടും നമുക്ക്. അപ്പോൾ അത് പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 2.5 ആയതുകൊണ്ട് തന്നെ 2.5 ആയതുകൊണ്ട് തന്നെ നമുക്കത് അടുത്ത സംഖ്യയാക്കി മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 3 ആക്കണം എടുക്കുന്നത്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 2 അതായത് 1.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഞാൻ 1.5 ഇഞ്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഞാനൊരു പോയിൻ്റ് കൊടുത്തു. എന്നിട്ട് ആ പോയിൻ്റ് നമ്മൾ അവസാനത്തേക്ക്, അതായത് 2 കോർണറിലേക്ക് നമ്മൾ വരച്ചു. ഇനി നിങ്ങൾക്ക് താഴെ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് സാരി ഉണ്ടെങ്കിൽ സാരി എടുത്ത് ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതുപോലെ നിങ്ങൾ ബോർഡർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ബോർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ ബോർഡർ കഴിഞ്ഞിട്ട്, അതായത് താഴത്ത് നമുക്ക് ബോർഡർ ഉണ്ടാവുമല്ലോ, ആ ബോർഡർ കഴിഞ്ഞിട്ട് ഒരു 2 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് ആ 2 ഇഞ്ച് കൊടുത്തതിന് ശേഷം നിങ്ങളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ആ 2 ഇഞ്ചിലേക്കാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് നിങ്ങൾ ചേർത്ത് മുട്ടിക്കേണ്ടത്. അതായത് ബോർഡർ കട്ട് ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ബോർഡർ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ട, കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ ഞാനിവിടെ എന്താ ബോർഡർ കട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ബോർഡർ അത്ര നന്നായി എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് 2 തറ്റത്തേക്കും കൂടി നമ്മളിതേപോലെ ആ പോയിൻ്റിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല മൂർച്ചയുള്ള കത്രിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒന്നിച്ച് കട്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് ആദ്യം 2 കട്ട് ചെയ്യുക, പിന്നെ 2 കട്ട് ചെയ്യുക. അങ്ങനെ എന്തായാലും ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ മെല്ലെ മെല്ലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് സ്പീഡ് കൂട്ടിയത്. എനിക്കിത് പെട്ടെന്നൊന്നും കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്നിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഫ്രണ്ടിലേക്കുള്ള 8 പീസ്. ഞാനവിടെ മാറ്റി വെച്ചിട്ടുള്ളതാണ് ബാക്കിലേക്കുള്ള 8 പീസ്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് ഞാനിവിടെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് മുകൾ വശം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പാർട്ടിൻ്റെ അതേ അളവ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ താഴത്തേക്കുള്ള പോയിന്റിലേക്ക് നമ്മൾ ആംഗിളായിട്ട് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്പർല ചെയ്യും പോലെ പോയിന്റ് വൈസായിട്ട് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒത്തിരി ലൈനിങ് എടുക്കേണ്ടി വരും. ഞാനിവിടെ 2.5 to 3 ആണ് എടുത്തത് ലൈനിങ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചരിച്ചുകൂടി വരയ്ക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. സ്ലീവ് നമ്മൾ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഓപ്പണിംഗ് ഉള്ള ഭാഗമാണ് ഇപ്പോൾ ഇത്. ഓപ്പണിംഗ് ഇല്ലാത്ത ഭാഗത്തു നിന്നാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മുകളിൽ നിന്ന് നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് 2 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കും. ഈ 2 ഇഞ്ച് സ്ട്രെയിറ്റ് വരയ്ക്കുക എന്താ വെച്ചാൽ 2 ഇഞ്ച് നമ്മുടെ എക്സ്ട്രാ കൊടുക്കുന്ന പീസാണ്. അത് താഴത്തെ വണ്ണം മാർക്ക് ചെയ്തിട്ട് ഇതേ 2 ഇഞ്ച് നമ്മൾ താഴത്തും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുകളിൽ നിന്ന് ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ അളവ് പ്രകാരം ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 സ്ലീവ് നമ്മൾ നേരത്തെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല തുണി കട്ട് ചെയ്തിട്ടില്ല, നല്ല തുണി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഷിഫോണിൻ്റെ എന്താ പറയുക ക്രേപ്പ് ടൈപ്പ് മെറ്റീരിയൽ, അതായത് കുഴഞ്ഞ ടൈപ്പ് മെറ്റീരിയലാണ് ലൈനിങ്. അപ്പോൾ അതുകൊണ്ട് തെന്നിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി തുണി കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആം ഹോളിൻ്റെ സൈഡ്, ഷോൾഡർ, നെക്ക്, പിന്നെ അടുത്ത ഷോൾഡർ ആം ഹോളിൻ്റെ സൈഡ് വരെ നിങ്ങളിപ്പോൾ ഞാൻ ഈ വരച്ച് കാണിച്ചു തരുന്ന ഇതേപോലെ നിങ്ങളൊരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. അതായത് നല്ല തുണീൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി എക്സ്ട്രാ ഉള്ള തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് നമുക്ക് തുണി ഒന്ന് മറിച്ചെടുക്കാം. മറിച്ചിട്ടൊന്ന് പതിച്ചടിക്കുക. ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും യോക്ക് പാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ സൈഡിലുള്ള മറിച്ചെടുത്തതിന് ശേഷം സൈഡിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക. കാരണം നമുക്ക് ലൈനിങ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കറക്റ്റ് ലൈനിങ്ങിൻ്റെ അതേ അളവിൽ നമ്മൾ യോക്ക് പാർട്ട്, അതായത് ഫ്രണ്ടിൽ നല്ല പീസ് കട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ആദ്യമേ നല്ല പീസ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. നല്ല തുണീൻ്റെ മുകളിൽ, അതായത് ഫ്രണ്ടിലെ തുണീൻ്റെ മുകളിൽ
ബാക്കിലെ പീസ് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 16 പീസ്, ഈ പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള തുണിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആ പ്രിൻറ്റ് കറക്റ്റായിട്ട് വരുന്ന പോലെ നിങ്ങൾ ആദ്യമേ ഒന്ന് തുണി 8 എണ്ണം മുന്നിലേക്കും 8 എണ്ണം ബാക്കിലേക്കും ഒരുമിച്ച് വെക്കുക കേട്ടോ. പ്രിൻ്റൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരേപോലത്തെ പ്രിൻ്റൊക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. അതല്ല വ്യത്യസ്തമായിട്ടുള്ള പ്രിൻ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ആദ്യമേ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്നിന് മുകളിൽ ഒന്ന് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുക, അതായത് മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്ത പീസ് വെക്കുക, മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ 8 പീസ് ഫ്രണ്ടിലേക്കും 8 പീസ് ബാക്കിലേക്കും സ്റ്റിച്ച് ചെയ്യുക. ഒന്നിച്ച് 16 പീസ് സ്റ്റിച്ച് ചെയ്യരുത്. 8 പീസ് ഫ്രണ്ടിലേക്കോ 8 പീസ് ബാക്കിലേക്കോ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. നമ്മളിതുപോലെ 8 എണ്ണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് 8 എണ്ണം, ബാക്കിലേക്ക് 8 എണ്ണം. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്വശം ഒന്ന് മടക്കി തയ്ക്കണം. അതിന് ശേഷം സാധാരണ നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ സ്ലീവിൻ്റെ സെൻറ്റർ വെച്ചിട്ട് സാധാരണ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുക. ഞാനിതിൽ 16 പാനൽ എങ്ങനെയാണെന്നുള്ളതാണ് അതായത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ടാണ് ബാക്കിയൊക്കെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക ലൈൻ കുർത്തിയൊക്കെ എങ്ങനെയാണ് സാധാരണയൊക്കെ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അതൊക്കെ പോയി കണ്ടു നോക്കുക. അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സാധാരണ സ്ലീവ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇനി യോക്ക് പാർട്ടിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതേപോലെ നമ്മളൊരു കട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ സെൻറ്ററിലും നമ്മളൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല തുണീൻ്റെ മുകളിൽ നമ്മൾ ഇപ്പം 16 പാനൽ, അതായത് 8 എണ്ണം ഫ്രണ്ടിലേക്കും 8 എണ്ണം ബാക്കിലേക്കും, അപ്പോൾ 8 എണ്ണം അടിച്ചു വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസ് നല്ല തുണീൻ്റെ മുകളിൽ അതിൻ്റെ നല്ല വശം വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ്, എന്നിട്ട് നമ്മൾ യോക്ക് പാർട്ട് കറക്റ്റ് നമ്മൾ സാധാരണ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ നമ്മൾ ഇത് രണ്ടും കൂടി ചേർത്ത് ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ലൈനിങ്ങും അതായത് സ്കേർട്ടിൻ്റെ പാർട്ടും ഒപ്പരം സ്റ്റിച്ച് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലൈനിങ്ങും സ്കേർട്ടിൻ്റെ പാർട്ടും ആദ്യമേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് മറച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി സൈഡിൽ നമ്മൾ നേരത്തെ കൊടുത്ത അളവ് പ്രകാരം നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യണം. ഒപ്പം നമുക്ക് ലൈനിങ്ങിൻ്റെ താഴ്വശം മടക്കി തയ്ക്കണം, നല്ല തുണീൻ്റെ താഴ്വശവും മടക്കി തയ്ക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ 16 പാനൽ അനാർക്കലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഞാൻ ഇട്ടിട്ടുള്ള ഫ്ലെയർ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ വരണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ 16 പാനൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കൂ, ഞാൻ പറഞ്ഞുതരാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു.